എന്താണ് ആഴക്കടലിലുള്ള ഇരുട്ട്? നമുക്കറിയാം, നമ്മൾ മനസ്സിലാക്കി നമ്മുടെ കടലിന്റെ ആഴം, ആവറേജ് ആഴം എന്നുള്ളത് 4 കിലോമീറ്റർ ആണ്. 4 കിലോമീറ്റർ മുതൽ 11 കിലോമീറ്റർ വരെ ഏറ്റവും ആഴമേറിയ പ്രദേശം ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത് 11 കിലോമീറ്റർ ആണ്. സുബ്ഹാനല്ലാഹ്, 11 കിലോമീറ്റർ ആഴം. അത് പസഫിക് സമുദ്രത്തിലുള്ള മറിയാന ട്രഞ്ചിലുള്ള ചാലഞ്ചർ ഡീപ്പ് എന്നറിയപ്പെടുന്ന പ്രദേശമാണ് നമ്മൾ ഇന്ന് കണ്ടെത്തിയതിൽ ഭൂമിയിൽ ഏറ്റവും ആഴമേറിയ പ്രദേശം. 11 കിലോമീറ്റർ ആഴമുള്ള പ്രദേശം. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ ഭൂമിക്ക് പുറത്ത് ഏറ്റവും വലിയ പർവ്വതമായിട്ട് അറിയപ്പെടുന്ന എവറസ്റ്റ്, ആ എവറസ്റ്റിന്റെ ഹൈറ്റ് പോലും 8.5 കിലോമീറ്റർ മാത്രമാണ്. പക്ഷെ അതേ സന്ദർഭത്തിൽ താഴേക്ക് ഉള്ള ആഴം 11 കിലോമീറ്റർ. ഏകദേശം ഒരു ധാരണ കിട്ടാൻ, അപ്പൊ നമുക്കറിയാം ഇന്ന് നമ്മൾ മനുഷ്യ നിർമ്മിതികളിൽ ഏറ്റവും ഉയരമുള്ള ബിൽഡിംഗ് ആയിട്ട് അറിയപ്പെടുന്നത് ദുബായിലുള്ള ബുർജ് ഖലീഫയാണ്. ആ ബുർജ് ഖലീഫയുടെ 13 ഇരട്ടി വലുപ്പമാണ് ഈ ചാലഞ്ചർ ഡീപ്പ് എന്നറിയപ്പെടുന്ന പ്രദേശമുള്ളത്. അതായത് 11 ബുർജ് ഖലീഫ അട്ടിക്ക് വെച്ചാൽ ആ ഒരു പ്രദേശത്ത് അതിനെ കൊള്ളിക്കാൻ സാധിക്കും. അത്രയേറെ ആഴമുള്ള പ്രദേശമാണ് ഈ ഒരു പ്രദേശം, ചാലഞ്ചർ ഡീപ്പ് എന്നറിയപ്പെടുന്ന പ്രദേശം. അപ്പൊ 4 മുതൽ 11 കിലോമീറ്റർ വരെയാണ് നമ്മൾ അറിഞ്ഞെടുത്തോളം കടലിന്റെ ആഴം. ആ ഒരു പ്രദേശത്തേക്ക്, അതായത് ഏറ്റവും ആഴമേറിയ പ്രദേശത്തേക്ക് 2012 ഏറ്റവും വലിയൊരു വാർത്തയായിരുന്നു. 2012 ഒരു പ്രശസ്തനായിട്ടുള്ള ഒരു ഹോളിവുഡ് സംവിധായകൻ, ജെയിംസ് കാമറൂൺ എന്നറിയപ്പെടുന്ന ഹോളിവുഡ് സംവിധായകൻ, അദ്ദേഹം അങ്ങോട്ട് സഞ്ചരിച്ചതൊക്കെ വലിയ വാർത്തയായിരുന്നു. ഏതായാലും നമ്മുടെ ആയത്തുമായിട്ട് ബന്ധപ്പെട്ട് അതിനുശേഷം ഇതേ രൂപത്തിൽ ആ ഒരു മേഖലയെ സംബന്ധിച്ച് പഠനം നടത്താൻ വേണ്ടി നമ്മൾ നിരവധി വാഹനങ്ങൾ ആ മേഖലയിലേക്ക് അയച്ചിട്ടുണ്ട്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത് ഔകദുലുമാതിൻ ഫീ ബഹ്റിൻ ലുജ്ജിയിൻ, ആഴക്കടലുള്ള ഇരുട്ടിനെ പോലെയാണ്. എന്താണ് ഇരുട്ടെന്ന് വെച്ചാൽ, ഇപ്പൊ നമുക്കറിയാം, ഞാൻ പറഞ്ഞു 11 കിലോമീറ്റർ ഉണ്ട്. പക്ഷെ 11 കിലോമീറ്റർ സൂര്യപ്രകാശം കടലിലേക്ക് എത്താൻ സാധിക്കുന്നത് വളരെ ചെറിയൊരു മേഖലയിലേക്ക് മാത്രമേ പ്രകാശത്തിന് എത്താൻ സാധിക്കുള്ളൂ. വളരെ ചെറിയ മേഖല, അതായത് വെറും 1 കിലോമീറ്റർ മാത്രമേ പ്രകാശം സഞ്ചരിക്കുള്ളൂ. ഈ പ്രകാശം സഞ്ചരിക്കുന്ന മേഖലയാണ് ശാസ്ത്രീയമായിട്ട് നമ്മൾ ഫോട്ടിക് സോൺ എന്നാണ് ആ ഒരു മേഖലയെ വിളിക്കപ്പെടുന്നത്. ആ ഒരു മേഖലയിലെത്തി, അതായത് 1 കിലോമീറ്റർ മാത്രമേ പ്രകാശം വരുള്ളൂ. അപ്പൊ നമുക്കറിയാം പ്രകാശത്തിന് 7 വർണ്ണങ്ങളുണ്ട്. നമ്മൾ പഠിച്ചതാണ് വിബ്ജിയോർ. 7 വർണ്ണങ്ങളുടെ മിശ്രിതാണ് നമ്മൾക്ക് ലഭിക്കുന്ന സൂര്യപ്രകാശം. സാന്ദർഭികമായിട്ട് സുബ്ഹാനല്ലാഹ് ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ, പരിശുദ്ധ ഖുർആൻ വർണ്ണങ്ങളെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ അൽവാനി എന്നുള്ള പദം കൃത്യം 7 തവണ മാത്രമാണ് പരിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്, ചേർത്ത് വായിക്കേണ്ടതാണ്. പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതായത് പ്രകാശത്തിനുള്ള 7 വർണ്ണങ്ങളും ഈ സമുദ്രത്തിൽ ചെന്നിടിക്കുന്ന സന്ദർഭത്തിൽ പ്രകാശത്തിന്റെ 7 വർണ്ണങ്ങളും ക്രമേണയായിട്ട് കടലിലെ ജലം ആഗിരണം ചെയ്യാണ്. അതായത് ആദ്യത്തെ 10 മീറ്റർ എത്തുന്ന സന്ദർഭത്തിൽ തന്നെ ആ 7 വർണ്ണങ്ങളിൽ ഏറ്റവും തരംഗ ദൈർഘ്യം കൂടിയ ചുവപ്പ് പ്രകാശത്തെ ജലം ആഗിരണം ചെയ്യും. അതുകൊണ്ട് തന്നെ 10 മീറ്ററിന്റെ അപ്പുറത്തേക്ക് നമ്മൾ പോയിട്ട് നമ്മൾ കൈ മുറിക്കുകയാണെങ്കിൽ നമ്മുടെ രക്തം ചുവന്ന നിറത്തിലായിരിക്കില്ല നമ്മൾ കാണുന്നത്. കാരണം ആ മേഖലയിലേക്ക് ചുവപ്പ് പ്രകാശം, അതായത് ദൃശ്യപ്രകാശത്തിലെ 7 വർണ്ണങ്ങളിൽ ചുവപ്പ് പ്രകാശം 10 മീറ്ററിന് അടിയിലേക്ക് സഞ്ചരിക്കാൻ സാധ്യമല്ല. അതിനു മുമ്പ് ജലം അതിനെ ആഗിരണം ചെയ്യും. അപ്പൊ ആ മേഖലയിൽ പോയിട്ട് നമ്മൾ കൈമുറിച്ചാൽ നമ്മുടെ രക്തം നീല നിറത്തിലായിരിക്കും കാണുക. സുബ്ഹാനല്ലാഹ്. അപ്പൊ ക്രമേണ ഓരോ കളറുകൾ ജലം ആഗിരണം ചെയ്ത് പിന്നീട് 1 കിലോമീറ്റർ എത്തുന്നതോടുകൂടെ എല്ലാ വെളിച്ചത്തെയും ആഗിരണം ചെയ്ത് പിന്നീട് കൂരിരുട്ടാണ് അവിടെയുള്ള മേഖലകൾ. അബ്സല്യൂട്ട് ഡാർക്ക്നെസ് എന്നൊക്കെ പറയപ്പെടുന്നത് പോലെ കൂരിരുട്ടാണ് പിന്നീട് അങ്ങോട്ടുള്ള ഭാഗം. ഇത് നമ്മൾ മനസ്സിലാക്കിയത് 20-ാം നൂറ്റാണ്ടിലാണ്. സുബ്ഹാനല്ലാഹ്. അവിടെ പരിശുദ്ധ ഖുർആന്റെ പ്രയോഗം എത്ര കൃത്യമാണ്. ദുലുമാത്തിൻ ഫീ ബഹ്റിൻ ലുജ്ജിയിൻ, ആഴക്കടലിലുള്ള ഇരുട്ടിനെ പോലെ. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യഅശാഹു മൗജുൻ മിൻ ഫൗഖിഹി മൗജ്, തിരമാല അതിനെ പൊതിയുന്നു. എന്നിട്ട് വിചിത്രമായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ, ഒരു പ്രാവശ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല തിരമാലയെ സംബന്ധിച്ച് പറഞ്ഞു, പിന്നീട് വീണ്ടും ഫൗഖിഹി മൗജുൻ, അതിനു മീതെ വീണ്ടും തിരമാല. ആഴക്കടലിനെ സംബന്ധിച്ചാണ് പറയുന്നത്. അവിടെ തിരമാലകൾക്ക് മീതെ തിരമാല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. സുബ്ഹാനല്ലാഹ്. 1960 വരെ നമ്മൾ കരുതിയത് നമ്മൾ കാണുന്ന തിരമാല, അതായത് ഉപരിതലത്തിൽ മാത്രമാണ് ഈ വേവ് അല്ലെങ്കിൽ തിരമാലകൾ എന്നുള്ള പ്രതിഭാസം എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. പക്ഷേ പിന്നീട് നമ്മൾ 20-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിലാണ് നമ്മൾ കണ്ടെത്തുന്നത് അകത്തും കടലിനടിയിലും ശക്തമായിട്ടുള്ള തിരമാലകൾ ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യം അടുത്ത കാലത്താണ് നമ്മൾ കണ്ടത്. ഇപ്പൊ നമുക്കറിയാം, ഇന്ന് നമ്മൾ ചില സന്ദർഭത്തിൽ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്ന സുനാമിയുടെ കാരണം ഇത്തരത്തിലുള്ള തിരമാലകളാണ്. അതായത്
കടലിനടിയിലുള്ള ശക്തമായിട്ടുള്ള ഭൂകമ്പം മൂലം സൃഷ്ടിക്കപ്പെടുന്ന കടലിനടിയിലുള്ള വൻ തിരമാലകൾ, അത് സീസ്മിക് വേവുകൾ എന്നാണ് വിളിക്കുന്നത്. അത്തരം വേവുകൾ അതിശക്തമായിട്ടുള്ള വേഗത്തിൽ സഞ്ചരിച്ച്, അതായത് വേഗത പറയുന്നത് ജെറ്റ് വിമാനത്തെക്കാൾ സ്പീഡാണ് അത്ര, അതായത് മണിക്കൂറിൽ 1000-ലേറെ കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചിട്ട് അത് ഉപരിതലത്തിൽ എത്തുന്ന സന്ദർഭത്തിലാണ് അത് സുനാമി ആയിട്ട് മാറുന്നത്. അപ്പൊ കടലിന് അടിയിലും ഇത് നമ്മൾ ഉപരിതലത്തിൽ കാണുന്നത് പോലെ കടലിന് അടിഭാഗത്തും തിരമാലകളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആ ഒരു പ്രയോഗം എത്ര കൃത്യമാണ്. സുബ്ഹാനല്ലാഹ്, മൗജുൻ മിൻ ഫൗഖിഹി മൗജുൻ, തിരമാലകൾക്ക് മീതെ തിരമാല. പിന്നീട് സുബ്ഹാനല്ലാഹ്, ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞു കൂരിരുട്ടാണ്. ബഹരിൻ ദുലുമാത്തിൻ ലുജി, അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ കൂരിരുട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നത്. അപ്പൊ ആ കൂരിരുട്ട് എന്ന് മാത്രമല്ല, അവിടെ ആ ഒരു മേഖല അതിശക്തമായിട്ടുള്ള തണുപ്പും പ്രഷറും മർദ്ദവും ഒക്കെ ഉള്ള പ്രദേശങ്ങളാണ്. അപ്പൊ നമ്മൾ ഈ 20-ാം നൂറ്റാണ്ട് വരെ നമ്മൾ കരുതിയത് ആ ഒരു മേഖലയിൽ യാതൊരു ജീവിവർഗങ്ങളും ഉണ്ടായിരിക്കില്ല എന്നായിരുന്നു നമ്മൾ കരുതിയത്. കാരണം അതിശക്തമായിട്ടുള്ള ഇരുട്ടും അതേപോലെ തന്നെ ഈ ഒരു തണുപ്പും പ്രഷറൊക്കെ അതിജയിക്കാൻ രൂപത്തിലുള്ള, അല്ലെങ്കിൽ അതിനെ അതിജയിക്കാൻ അനുകൂലമായിട്ടുള്ള ജീവിവർഗങ്ങൾ ഉണ്ടാവില്ല എന്നാണ് നമ്മൾ കരുതിയിരുന്നത്. പക്ഷേ നമ്മൾ കൂടുതൽ പഠനം നടത്തിയ സന്ദർഭത്തിൽ മനുഷ്യർ നമ്മൾ വല്ലാതെ നെട്ടുകയുണ്ടായി. കാരണം എന്താന്ന് വെച്ചാൽ, കടലിന്റെ ഉപരിതലത്തിലുള്ളതിനേക്കാൾ വൈവിധ്യമാർന്ന മനുഷ്യ ഭാവനകൾക്ക് പോലും അതീതമായിട്ടുള്ള രൂപത്തിലും ഭാവത്തിലുള്ള നിരവധി ജീവിവർഗങ്ങൾ അത്തരം മേഖലകളിൽ ജീവിക്കുന്നതായിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിച്ചു. സുബ്ഹാനല്ലാഹ്, വലിയ അത്ഭുതമാണ് ആ മേഖലയിൽ ജീവിക്കുന്ന ജീവിവർഗങ്ങൾ. അതിന്റെ ഷേപ്പും അതിന്റെ ഓരോ സവിശേഷതകൾ നമ്മുടെ ഭാവനയിൽ പോലും നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതല്ല. ആ രൂപത്തിലുള്ള ജീവിവർഗങ്ങളാണ് ആ കൂരിട്ടിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഏറ്റവും വലിയ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം എന്താ വെച്ചാൽ, അവിടെ ജീവിക്കുന്ന 90 മുതൽ 99% ജീവികൾക്കും ഒരു പ്രത്യേകത ഉണ്ട്. കാരണം എന്താ വെച്ചാൽ, അവിടെ എത്രത്തോളം സസ്യങ്ങൾക്ക് വരെ മറ്റ് ഉപരിതലത്തിൽ ജീവിക്കാത്ത ജീവികൾക്കില്ല, അല്ലെങ്കിൽ ഉപരിതലത്തിലുള്ള ജീവികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അതിശക്തമായിട്ടുള്ള ഇരുട്ടിനെ അതിജയിക്കാൻ സ്വയം പ്രകാശം പുറത്തു അല്ലെങ്കിൽ സ്വയം പ്രകാശം ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവുണ്ട് അത്തരം ജീവികൾക്ക്. ആ പ്രതിഭാസത്തെ ബയോലൂമിനസൻസ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അതായത് ഇപ്പൊ നമ്മുടെ മിന്നാമിനുങ്ങ് പോലെയുള്ള ജീവികൾ, ശരീരത്തിൽ നിന്നും സ്വയം പ്രകാശം പുറപ്പെടുവിക്കാൻ സാധിക്കുന്ന ജീവിവർഗങ്ങളാണ് അവിടെ ജീവിക്കുന്ന 99% ജീവികളും. പ്രകാശം പ്രധാനമായിട്ട് അവർ ഉപയോഗിക്കുന്നത് 3 കാര്യങ്ങൾക്കാണ്. സുബ്ഹാനല്ലാഹ്, ഒന്നാമതായിട്ട് ആ ഒരു മേഖലയിൽ അവർക്ക് ജീവിക്കാൻ അവയെ സംബന്ധിച്ചിടത്തോളം പ്രകാശം വളരെ അത്യാവശ്യമാണ്. അതേപോലെ തന്നെ രണ്ടാമതായിട്ട് ഇണകളെ ആകർഷിക്കാനും അവർ ഉപയോഗിക്കുന്നത് പ്രകാശമാണ്. മൂന്നാമതായിട്ട് ശത്രുക്കളിൽ നിന്നും രക്ഷ നേടാനും അവർ ഉപയോഗിക്കുന്നത് പ്രകാശമാണ്. ഈ ഒരു മേഖലയിൽ നിരവധി പഠനങ്ങൾ കാണാൻ സാധിക്കും. അതിൽ ഏറ്റവും അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, അപ്പോൾ ആ മേഖലയിൽ ജീവിക്കുന്ന ഒരു ജീവിയാണ് ഫയർ ഷൂട്ടർ എന്നറിയപ്പെടുന്ന ഒരു മത്സ്യം. ആ മത്സ്യം എന്താ ചെയ്യുന്ന വെച്ചാൽ, അതിന്റെ ശത്രു അതിനെ പിടിക്കാൻ വരുന്ന സന്ദർഭത്തിൽ പ്രകാശത്തിന്റെ ഒരു വലിയ കുമിള ഉണ്ടാക്കും. അപ്പോൾ വലിയ പ്രകാശത്തിന്റെ ഒരു കുമിള വരുന്ന സന്ദർഭത്തിൽ പിടിക്കാൻ വന്ന ആ ശത്രുവിന് കണ്ണ് കാണാതെ ആവുകയാണ്. ഏതുപോലെയെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മുടെ കണ്ണിലേക്ക് നല്ല പവറുള്ള ഒരു ടോർച്ച് അടിച്ച് അവർ അല്പനേരം നമുക്ക് കണ്ണ് കാണില്ല. അതേ രൂപത്തിൽ ഈ ജീവി ശത്രുവിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പ്രകാശം കൊണ്ടുള്ള ഒരു ബോംബ് സൃഷ്ടിക്കാൻ. സുബ്ഹാനല്ലാഹ്, അപ്പൊ അവിടെയുള്ള ജീവികൾക്കെല്ലാം അതിജീവനത്തിന് പ്രകാശം അനിവാര്യമാണ്. അതില്ലാതെ അവിടെ ജീവിക്കാൻ സാധ്യമല്ല. ഇനി നിങ്ങൾ സുബ്ഹാനല്ലാഹ്, ഇനി നിങ്ങൾ ആ ആയത്തിന്റെ അവസാന ഭാഗം ഒന്ന് വായിച്ചു നോക്കുക. സൂറത്ത് നൂറിന്റെ 40-ാമത്തെ ആയത്തിൽ ഈ തിരമാലകളെ സംബന്ധിച്ച് പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് അവസാനിപ്പിക്കുന്നത് വമല്ലം യജ്അലില്ലാഹു നൂറൻ ഫമാ ലഹു മിൻ നൂർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആർക്ക് പ്രകാശം നൽകിയിട്ടില്ലയോ അവന് യാതൊരു പ്രകാശവുമില്ല. സുബ്ഹാനല്ലാഹ്, എത്ര കൃത്യാണ്. നേരത്തെ ഞാൻ പറഞ്ഞു, ആയത്ത് നേർക്ക് നേരെ വരുന്ന അർത്ഥം ഇതാണെങ്കിൽ യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അവിശ്വാസികളെ സംബന്ധിച്ചാണ്. ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തിന്റെ വെളിച്ചം ആർക്ക് നൽകുന്നില്ലയോ അവൻ ഇരുട്ടിലാണെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ സ്ഥാപിക്കുന്നത്. അവർക്കാരും മറ്റാരും അവർക്ക് ഹിദായത്തിന്റെ പ്രകാശം നൽകാനില്ല. പക്ഷെ അതേ സന്ദർഭത്തിൽ ഇതേ ആയത്ത് നമ്മൾ ആഴക്കടലുമായിട്ട് ചേർത്ത് ചിന്തിക്കുന്ന സന്ദർഭത്തിലും ആഴക്കടലിലുള്ള മത്സ്യങ്ങൾക്കും അല്ലാഹു പ്രകാശം നൽകിയിട്ടില്ലെങ്കിൽ അവർക്ക് മറ്റാരും പ്രകാശം നൽകുമായിരുന്നില്ല. ഏതുപോലെ എന്ന് വെച്ചാൽ, ഒട്ടകത്തിന് മരുഭൂമിക്ക് അനുയോജ്യമായിട്ടുള്ള രൂപത്തിൽ സൃഷ്ടിച്ചതുപോലെ ആഴക്കടലിന് അനുയോജ്യമായിട്ടുള്ള രൂപത്തിൽ ആ മേഖലയിൽ ജീവിക്കുന്ന മത്സ്യങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകാശം നൽകി. അതുകൊണ്ടാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട്
ഫിർഔൻ ചോദിച്ച സന്ദർഭത്തിൽ വമാ റബ്ബുക്കുമായ മൂസ, നിന്റെ രക്ഷിതാവ് ആരാണെന്ന് ചോദിച്ച സന്ദർഭത്തിൽ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം നൽകുന്ന മനോഹരമായിട്ടുള്ള മറുപടി സൂറത്ത് ത്വാഹയിൽ നമുക്ക് കാണാൻ സാധിക്കും. റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ, ഓരോ വസ്തുക്കളെ സൃഷ്ടിക്കുകയും എന്നിട്ട് അതിൻ്റെതായിട്ടുള്ള പ്രകൃതം നൽകുകയും ചെയ്തവനാണ് എന്റെ രക്ഷിതാവ്. സുബ്ഹാനല്ലാഹ്. അതായത് ഇതേ രൂപത്തിൽ ആ ഒരു മേഖലയിൽ അവർക്ക് ജീവിക്കാൻ അനുയോജ്യമായിട്ടുള്ള രൂപത്തിൽ സവിശേഷതകൾ നൽകിയത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. കാരണം അള്ളാഹുവാണ് അതിനെ സംവിധാനിച്ചിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്.